ചലച്ചിത്ര ഉത്സവത്തിന് ഇന്ന് തുടക്കമാകും. 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് വൈകിട്ട് തിരിതെളിയും. ഒട്ടേറെ വൈവിധ്യങ്ങളോടെയാണ് ഇത്തവണയും ചലച്ചിത്രമേള എത്തുന്നത്. 200-ലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തുന്നത്. 26 വിഭാഗങ്ങളിലായി 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചിത്രങ്ങളാണ് ഇത്തവണ മേളയുടെ ഭാഗമാകുന്നത്. ടോക്കിയോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച ആൻമേരി ജാസിർ സംവിധാനം ചെയ്ത പലസ്തീൻ 36 ആണ് ഉദ്ഘാടന ചിത്രം. 1936-ലെ പലസ്തീൻ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചരിത്ര സിനിമ കൂടിയാണ് പലസ്തീൻ 36. വനിതാ സംവിധായകരുടെ സിനിമകൾ, ലാറ്റിൻ അമേരിക്കൻ പാക്കേജ്, സുവർണ ചകോരം പുരസ്കാരം നേടിയ സിനിമകൾ, ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ സിനിമകൾ, കൺട്രി ഇൻ ഫോക്കസ് വിയറ്റ്നാം, പാതിരാ സിനിമ, ലോക സിനിമ, ഇന്ത്യൻ സിനിമ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് സിനിമ പ്രദർശിപ്പിക്കുക. 207 സിനിമകൾ നമുക്ക് എത്തുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സിനിമകൾ എത്തുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ഈ ദശകങ്ങളിൽ ഇവിടെ വന്നെത്തിയ ചിത്രങ്ങളിൽ നിന്ന് സുവർണ ചകോരം നേടിയ സിനിമകളെ നമ്മൾ വീണ്ടെടുക്കുകയാണ്. ഇവിടെ എത്തിയ പ്രതിഭാധനരായ, ലോകത്തെ അംഗീകരിക്കപ്പെട്ട, സമഗ്ര സംഭാവന ഉള്ള ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയ പ്രധാനപ്പെട്ട സംവിധായകരുടെ ചിത്രങ്ങൾ വീണ്ടും കാണാനുള്ള അവസരമുണ്ടാകും. 10,000-ലേറെ ഡെലിഗേറ്റുകളെയാണ് ഇത്തവണ മേളയിൽ പ്രതീക്ഷിക്കുന്നത്. പതിവിൽ കൂടുതലായി ഇത്തവണ ഒരു അധിക തിയേറ്റർ കൂടി ചലച്ചിത്രമേളയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇനി തലസ്ഥാന നഗരി അക്ഷരാർത്ഥത്തിൽ സിനിമാ കൊട്ടകയായി മാറും. ഇനി രാവും പകലുമെല്ലാം തലസ്ഥാന നഗരിൽ സിനിമാക്കാരുടെ മേളമായിരിക്കും. ക്യാമറ പേഴ്സൺ ബിച്ചു പൂവച്ചലിനൊപ്പം ദിൽന ദിനേശ്, കൈരളി ന്യൂസ്.